ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ നിവിൻ പോളിയുടെ സർവം മായ സിനിമയെ കുറിച്ചാണ്. ഈ സിനിമ നമുക്കറിയാം ഇപ്പോഴും കളക്ട് ചെയ്ത് മുന്നിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. 150 crore ബോക്സ് ഓഫീസിലായിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണം ഈ സിനിമ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ജാനുവരി 30 ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ സംഭവം റിലീസ് ആയിട്ടുണ്ട്. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കിക്കോളൂ. കാരണം കിണ്ണം കാച്ചിയ പടാണെന്ന് പറയേണ്ടി വരും. അതായത് ഹൊറർ ജോൺറെ ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് ഫീൽ ഗുഡ് മൂവീസ് വന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഹൊററിന്റെ ബാക്ക്ഗ്രൗണ്ട് പിടിച്ചിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒന്നോ രണ്ടോ ഉണ്ടോ എന്നറിയില്ല. പക്ഷെ ഇത് അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇത് 2-2.25 മണിക്കൂർ 20 മിനിറ്റോ മറ്റേ ഉള്ളൂ. ആദ്യം തന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടിയിട്ടില്ല, റബ്ബർ ബാൻഡ് പോലെ. എനിക്ക് തോന്നുന്നു അഖിൽ സത്യന്റെ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയുണ്ട്, പാച്ചു അത്ഭുത വിളക്കും. എൻ്റെ അമ്മ 3 മണിക്കൂറോ മറ്റോ ഉണ്ടായിരുന്ന സിനിമ. ഒരുവിധം 2 മണിക്കൂറിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ അത് കുറച്ചും കൂടി സക്സസ് ആവാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. പക്ഷെ ഇത് കറക്റ്റ് റൺ ടൈം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ റൺ ടൈം മനുഷ്യന്മാരുടെ ക്ഷമ പരീക്ഷിക്കാത്ത രീതിയിലേക്ക് എത്തിക്കുക. കാരണം അത്രയും ലെവലില് സിനിമ തീ പാർന്ന സിനിമയാണെങ്കിൽ സംഭവം അല്ലെങ്കിൽ ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റും. ഈ സിനിമയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ ബ്രഹ്മാണ്ഡമായി നിങ്ങളെ ഞെട്ടിച്ച് തെറിപ്പിക്കുന്ന യാതൊരുവിധ സംഭവം ഇതിലില്ല. അങ്ങനെ തന്നെ പ്രൊമോഷൻസിലൊന്നും വലിയ സീനോ സംഭവം ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഈ സിനിമ നിവിൻ പോളിന്റെ ഈ ഒരു സിനിമ വരുന്നതിനെ സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. അത് നിവിൻ പോളി അജു വർഗീസ് കോംബോ അങ്ങനെ എല്ലാം ഒരു വലിയ കോംബോ എല്ലാം പിടിച്ചിട്ടാണ് സംഭവം വന്നിരിക്കുന്നത്. എന്നിട്ട് സൈലന്റായി വന്ന് ഡിസംബറും ക്രിസ്മസും നോക്കി 150 കോടിയും അടിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നിവിൻ പോളിക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരു ബ്രഹ്മാണ്ഡ തിരിച്ചുവരവ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിവിന്റെ ഒരു ചാമ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിത്തുടങ്ങിയ ഒരു സിനിമ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തട്ടത്തിൻ മറയത്തിലല്ലാതെ ആദ്യം മലയാളികൾ അറിഞ്ഞ് നിവിൻ ആ ഒരു സ്റ്റാർഡത്തിലൊട്ടേക്ക് എത്തി തുടങ്ങാൻ ഒരു കാലം എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവമൊക്കെയാണ്. ആ ഒരു ചാമ് 1% കൂടി നിവിന് ഇന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അത് അങ്ങനെ ഒരു ക്യാരക്ടറും അങ്ങനത്തെ ഒരു ഡയറക്ടറിന്റെ കയ്യിലും സംഭവം എത്തിയപ്പോ നിവിന്റെ ചാമ് അത്രയും നമുക്ക് ആ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എനിക്ക് തോന്നുന്നു ലാലേട്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത്രയും സ്ക്രീനിൽ ഇങ്ങനെ രസത്തോടു കൂടി കണ്ട് ഇരിക്കാൻ ഇഷ്ടം നിവിൻ പോളിനെ തന്നെയാണെന്ന് നമുക്ക് ഇപ്പം പറയാൻ പറ്റും. കാരണം ആ ഒരു ചാമാണ് ഞാൻ ഇപ്പൊ ഈ സിനിമ OTT കണ്ടിട്ട് വരെ ഒന്നും ഒരു സെക്കൻഡ് കൂടി ബോറടിച്ചിട്ടില്ല. ബോറടിച്ചൊറ്റ ഒരു കാര്യമുള്ളൂ, അത് ഞാൻ ഏറ്റവും അവസാനം പറയാം. അതുപോലെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ സത്യനന്ദിക്കാട് ഒരു 10, 35, 40 വർഷമായിട്ട് മലയാളികളുടെ ഇടയിൽ സിനിമ ചെയ്യുന്നുണ്ട്. എവർഗ്രീൻ ആയിട്ടുള്ള എത്രയോ സിനിമകൾ നമ്മുടെ മലയാളികൾക്ക് തന്നിട്ടുണ്ട്. ഇന്നും ആൾക്കാർ റിപ്പീറ്റഡ് ആയിട്ട് TV വന്നിരുന്ന് കാണുന്ന സിനിമകൾ. ആ ലെഗസി എന്തായാലും ഒരു 10, 20, 30 കൊല്ലത്തേക്ക് അഖിൽ സത്യന്റെ വഴിയിലൂടെ മലയാളികൾക്ക് ഇനി കിട്ടും. സത്യനന്ദിക്കാട് ഹൃദയപൂർവ്വം ഇപ്പൊ 100 crore അടിച്ചിട്ടായിട്ടുള്ളൂ. പക്ഷെ എന്നാലും അഖിൽ സത്യം വഴി ഒരു 30 വർഷം സത്യനന്ദിക്കാടിന്റെ പേരും കാര്യങ്ങളെല്ലാം മലയാളികളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കും. അല്ലെങ്കിലും നിൽക്കും. പക്ഷെ അഖിൽ സത്യന്റെ വഴിയിലൂടെയും ഒരുപാട് സംഭവങ്ങൾ മുന്നിലോട്ടേക്ക് ഉണ്ടാകുന്നുള്ള ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നിവിൻ പോളി അജു വർഗീസ് കോംബോ. അത് തന്നെ എൻ്റെ ഒരു ഓർമ്മയിൽ അടുത്ത കാലത്തൊന്നും വന്നത് ഇപ്പൊ ഇതാണ്, ലവ് ആക്ഷൻ ഡ്രാമയിലാണ് അവസാനമായിട്ട് കാണാൻ പറ്റിയത്. പക്ഷെ അതും നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു വെറൈറ്റി സംഭവം. ഇങ്ങനൊരു സീൻസിലും ഇങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ഒന്നും ആയിട്ട് ഇവർ രണ്ടാളെയും കണ്ടിട്ടില്ല. ഇങ്ങനൊരു നമ്പൂതിരി, പൂജ ചെയ്യുക, പൂജാരികളൊക്കെ ആയിട്ട് അത് രണ്ടാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിവിനാണെങ്കിൽ നല്ല ചാമുണ്ട്. അതിന് ഒപ്പത്തിനൊപ്പം തന്നെ നമ്മുടെ അജു വർഗീസും നിന്നിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അവസാനമായിട്ട് ഈ സിനിമയുടെ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഈ തിയേറ്ററിൽ കാണാത്തതിന് വലിയൊരു നഷ്ടം തോന്നുന്നുണ്ട്. കാരണം നല്ലൊരു ഫീൽ ഗുഡ് പടം, അതൊരു ഹൊറർ ജോൺറയുടെ ഒരു അടിസ്ഥാനം പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ഫീൽ ഗുഡ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര റയറാണ്. എനിക്ക് ആകെപ്പാട് ഇതിൽ ഇഷ്ടപ്പെടാണ്ടിരുന്ന പറഞ്ഞാൽ കുറച്ച് ബോറടിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള അവസാനമൊക്കെ ഉണ്ടായിരുന്ന 1-2 സോങ്സ് ഒക്കെയാണ്. അതൊക്കെ കുറച്ച് ബോറായിട്ട് തോന്നി. വേറെ ഒന്നും ഇതിനെ കൊണ്ട് പറയാനില്ല. അഖിൽ സത്യന്റെ സിനിമകൾ ഇനിയും കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ ഇതുപോലെയുള്ള ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഫീൽ ഗുഡ്, അല്ലെങ്കിൽ ഗ്രാമീണ അല്ല, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഫീൽ ഗുഡ് ആയിട്ടുള്ള
സോഫ്റ്റ് ആയിട്ടുള്ള മൂവീസിനൊക്കെ ഇന്നും മാർക്കറ്റ് ഉണ്ട്. അതിന്റെ തെളിവാണ് മലയാളികളുടെ ഇടയിൽ ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ഇവർ സൈക്കോളജിക്കലായിട്ട് പല കാര്യങ്ങൾ പിടിച്ചിട്ടുണ്ട്. ജെൻസിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആക്ട്രസ് ആയിട്ട് ചെയ്തിരിക്കുന്ന കുട്ടീന്റെ ക്യാരക്ടേഴ്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ കുട്ടിയാണെങ്കിലും റിയ എന്നാ തോന്നുന്നു, എനിക്ക് പേര് കൃത്യമായിട്ട് അറിയില്ല. വളരെ നന്നായിട്ട് വളരെ നാച്ചുറലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിവിനും അജു വർഗീസും ബാക്കിയുള്ള എല്ലാവരും തന്നെ, പ്രത്യേകിച്ച് ആ കുട്ടിയുടെ വളരെ നാച്ചുറൽ ആക്ടിങ്, വളരെ രസമുള്ള ആക്ടിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എ ബ്യൂട്ടിഫുൾ മൂവി മെയ്ഡ് ബൈ അഖിൽ സത്യൻ. നിങ്ങൾക്ക് ഈ സിനിമയുടെ അഭിപ്രായം എന്താണെന്ന് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തും. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ആയിട്ട് പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ചാനൽ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ഗൈസ് ആൻഡ് ബൈ ബൈ.